സാധാരണ ഒരു ഫോറൻസിക് ലാബിലെ സാധാരണ ഒരു കേസ് പോലെയല്ല അവളിത് ഹാൻഡിൽ ചെയ്യുന്നത്. A to Z കാര്യങ്ങൾ അവളിപ്പോ അന്വേഷിക്കുന്നുണ്ട്. ഇതൊക്കെ ഏതെങ്കിലും വിധത്തില് എന്റെ മുന്നിൽ ഒന്ന് നിൽക്കൂ, അത് പറ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നീ ആ കൊല്ലാൻ ഉപയോഗിച്ച ഫോസ്ഫറസ് ഉപയോഗിച്ചിട്ട് ബാക്കി സാധനം എവിടെയാ കൊണ്ടുപോയി കളഞ്ഞേ? അത് വേറെ ആർക്കും സംശയം തോന്നാതിരിക്കാൻ പൂജാമുറി തന്നെ വെച്ചു. ആരെങ്കിലും കണ്ട വല്ല ഭസ്മമാണെന്ന് കരുതി അവിടെ ഇട്ട് പൊക്കോളൂന്ന് കരുതി. എന്നാ നീ ഉദ്ദേശിച്ച പോലെ അല്ല, അത് മറ്റാർക്കോ കിട്ടിയിട്ടുണ്ട് അവിടുന്ന്. ആ ഫോസ്ഫറസ് വെച്ചാ സൂസൻ തെളിവുകൾ കണ്ടുപിടിക്കുന്നത്. എന്നാലും അതെങ്ങനെയാ മഹിയുടെ കയ്യിൽ കിട്ടിയെന്ന് മനസ്സിലാവാത്തെ? മഹിക്ക് ഈ കൊട്ടാരവും നീയും തമ്മിലുള്ള ബന്ധമൊക്കെ അറിയോ? ഇല്ല, അവനെ ആ നാട്ടിലുള്ള ആരെങ്കിലും ഏൽപ്പിച്ചതാവും. എന്തായാലും നീ നല്ലപോലെ സൂക്ഷിക്കും. സൂസൻ ഫിംഗർ പ്രിന്റ് എടുത്ത് ഈ കൊലപാതകത്തിന്റെ പിന്നിൽ നീയാണെന്ന് തെളിയിച്ച നിന്റെ കാര്യം പോക്കാം. നിന്നോടുള്ള സ്നേഹം കൊണ്ട് ഞാനിപ്പോ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. നീ ആലോചിച്ച് എന്താന്ന് വെച്ചാൽ ചെയ്തു. ഞാൻ പോട്ടെ, ഡ്യൂട്ടി കയറാൻ സമയമായി. ഇത് വെച്ചു. എന്നിട്ട് ആ സൂസൻ എന്ന് പറയണവളെ ഒന്നുകൂടൊന്ന് വാച്ച്. അവളുടെ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് നോക്കട്ടെ, എന്നിട്ടൊരു തീരുമാനത്തിലെത്താം. ഞാൻ നിന്നെ വിളിക്കാം. അതെ, ശിവദാസന് ഈ ജോലിയൊക്കെ ചെയ്ത് നല്ല ശീലമുണ്ട് അല്ലേ? എനിക്കും കൃഷി തന്നെയായിരുന്നു ജോലി. അങ്ങനെ ഇന്ന ജോലി എന്നൊന്നുമില്ല, ഏത് ജോലിയും ചെയ്യും. ആ, അതൊരു നല്ല കാര്യമാണ്. ഏതൊരു ജോലി ചെയ്യാനും മനസ്സുള്ളവൻ എവിടെ പോയാലും ജീവിക്കും. അല്ല, ഈ ജയിലിൽ വരത്തൊക്കെ കുറ്റമൊന്നും ഞാൻ ചെയ്തിട്ടില്ല. കള്ളക്കേസാ. അല്ല, വേണമെന്ന് കരുതി എന്നെ കുടിക്കതാ. അതെ, താൻ നിരപരാധിയാണെങ്കിൽ എത്രയും വേഗം താൻ പുറത്തിറങ്ങും. ഒരു നിരപരാധിയും ഈശ്വരൻ അങ്ങനെ ഒരുപാട് കാലമൊന്നും പരീക്ഷിക്കില്ലടോ. ശിവദാസന്റെ ഒരു വിസിറ്റർ ഉണ്ട്. അല്ല, ആരാ സാറേ? മോളാണെന്നാ പറഞ്ഞേ. ഓ, അതെ, തന്റെ ചിന്നുമോള് വന്നടോ. അല്ലെങ്കിലും തന്നെ കാണാൻ അവളല്ലാതെ വേറെ ആര് വരാനാ? ശരിയാ. അവക്ക് താനെന്ന് വെച്ച ജീവനാ. തനിക്കും അങ്ങനെ തന്നെയല്ലേ? പിന്നെ ഒരു മകളില്ലാത്ത ദുഃഖം ഇപ്പോഴാ ഞാൻ അറിയുന്നത് തന്നെ. ഒരുപാട് പെറ്റുകൂട്ടിയിട്ടൊന്നും ഒരു കാര്യമില്ലെന്ന് എന്റെ അമ്മ എന്റെ കുഞ്ഞമ്മയോട് പറയുമായിരുന്നു. നല്ലതാണേലേ, ഒന്ന് മതി. ആ, ശിവദാസൻ ചെല്ലേ. ശരി, തനിക്കിവിടെ പണിയൊന്നുമില്ല സാറേ. സുഖമില്ല, കാല് വയ്യ, കൈ വയ്യ, നടുവിനും വയ്യ. പിന്നെ ഞാൻ എങ്ങനെയാ ജോലി ചെയ്യുന്നത്? സാറ് ചെന്നാണ്. എന്നെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കാമെന്ന് ഒരു പോലീസുകാരനും കരുതണ്ട. പണ്ടും ഈ രാധാകൃഷ്ണ അങ്ങനെ, ഇപ്പോഴും അങ്ങനെയാ. രാമ ശ്രീരാമ തേടി വരുന്നു ഞാൻ, നീ പോകും വഴിയല്ല ഞാൻ സീത വരും കൂടെ. ചിന്നിമോളെ, വന്നീന്ന് ഒരു കുടിക്ക്, ക്ഷീണമൊക്കെ മാറട്ടെ. അതെന്താ, എനിക്ക് മാത്രമേ ഉള്ളൂ ചന്ദ്രാമ്മ? സാറിനില്ലേ? ചന്ദ്രാമ്മ സാറിനെ വിളിക്കാത്തതുകൊണ്ട് ഞാൻ വിളിക്കാം സാറിനെ. വാ സാറേ. പിന്നെ മോളെ, LLBക്ക് ചേരുന്ന കാര്യം നീ സീരിയസ് ആയിട്ട് പറഞ്ഞത് തന്നെയാണല്ലോ? അതെ സർ. അതിനെക്കുറിച്ച് ഞാൻ തിരക്കിയായിരുന്നു. ലോ അക്കാഡമിയിൽ കയറുന്നതിന് മുന്നേ ഒരു ടെസ്റ്റ് ഉണ്ടാവും. അതിന് നീ ആദ്യം പ്രിപ്പയർഡ് ആവണം. ടെസ്റ്റൊക്കെ ഞാൻ വാങ്ങിച്ചു തരാം. നല്ലതുപോലെ പഠിച്ച് ടെസ്റ്റ് പാസ്സാവണം.
കുറച്ചു ദിവസം ഇവിടുത്തെ ജോലിക്ക് വരണമെന്നൊന്നുമില്ല. അതെ, നീ വേറൊന്നും ശ്രദ്ധിക്കാതെ താഴെ ഇരുന്ന് പഠിച്ചോ. ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ഞാൻ നോക്കിക്കോളാം. അത് സാരല്ല ചന്ദ്രാമ്മ, ജോലി ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഞാൻ അതിന്റെ ഇടയിൽ കൂടെ പഠിച്ചോളാം. അതൊക്കെ നിന്റെ ഇഷ്ടം. പക്ഷേ ടെസ്റ്റ് പാസ്സാവണം, അത്രേ ഉള്ളൂ. അതൊക്കെ ഞാൻ ഏറ്റുന്നേ. അല്ല സാറേ, ഞാനൊരു സംശയം ചോദിച്ചോട്ടെ? ചോദിക്ക്. ചന്ദ്രാമ്മ നല്ല പ്രായത്തിൽ ഇവിടെ വന്നതല്ലേ? അത്യാവശ്യം വിദ്യാഭ്യാസവും ഉണ്ട്. അന്ന് ചന്ദ്രാമ്മയുടെ കാര്യത്തില് സാർ എന്താ ഇങ്ങനൊരു തീരുമാനം എടുക്കാത്ത? ഞാൻ വേറൊന്നും കൊണ്ട് ചോദിച്ചതല്ല. ചന്ദ്രാമ്മയ്ക്ക് അത്യാവശ്യം വിദ്യാഭ്യാസം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. വേറൊന്നും ചോദിച്ചിട്ട് ചന്ദ്രാമ്മ പറയുന്നുമില്ല. കുടുംബത്തെക്കുറിച്ചും ബാക്കി കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഞാൻ ചോദിക്കും. ഒഴിഞ്ഞു മാറുന്നതാ പതിവ്. ശരിക്കും ചന്ദ്രാമ്മയുടെ നാട് എവിടെയാ? വീട്ടിൽ ആരൊക്കെ ഉണ്ട്?